ശശിയുടെ ഇതാ നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡ്സ് അല്ലേ? അതെ അതെ, ഒരു 10-16 ഉണ്ടല്ലേ? 16 പേരുണ്ട്. ശശിയുടെ എത്ര വർഷമായിട്ട് ഡോഗ്സിനെ വളർത്തുന്നുണ്ട്? ഈ കൊറോണ തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങിയതാണ്. അപ്പൊ നേരത്തെ എന്തായിരുന്നു പരിപാടി? ഇപ്പം ഗൾഫിലായിരുന്നു. സൗദി അറേബ്യയിൽ ഖത്തീഫില്. ഓ ശരി. അപ്പം പ്രവാസിയായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്നതിന് ശേഷം ഡോഗ്സിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. നിലവിൽ ഇപ്പൊ നമുക്ക് എത്ര ഡോഗ്സ് ഉണ്ട്? ഇപ്പോ ലാബ് ഒരു 16 ഓ ശരി. പിന്നെ ബാക്കി ലാബല്ല, ജർമ്മൻ ഷെപ്പേർഡാണ് 16. പിന്നെ ജർമ്മൻ ഷെപ്പേർഡിനെ കൂടെ നമ്മുടെ ലാബ് ഉണ്ട്. ലാബ് 7 ഉണ്ട്. മൊത്തത്തിൽ ഒരു 10-30 ഡോഗ്സ് നമ്മുടെ അടുത്തുണ്ട്. അതായത് ജർമ്മൻ ഷെപ്പേർഡും ലാബുമാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് അല്ലേ? നമ്മുടെ ഇതിനകത്ത് മെയിലും ഫീമെയിലും അല്ലേ ഇതിനകത്ത്? എല്ലാം ഉണ്ട്. ഇതില് ഒരു മെയിൽ ഇവിടെ ഉണ്ട്, ഒരു മെയിൽ അപ്പുറത്തുണ്ട്. ശരി. ബാക്കിയൊക്കെ ഫീമെയിലാ. ഓക്കെ. അതില് 4 ഗർഭിണികളുണ്ട് ഇതില്. ഇപ്പൊ തന്നെ നിലവിലുണ്ടല്ലേ? ഇതിപ്പോ 15-ാം തീയതി പ്രസവിക്കും. ഓക്കെ. അത് പിന്നെ വേറൊന്ന് 20-ാം തീയതി ഉണ്ട്. ഓ ശരി. ഇത് നമുക്ക് ലോങ് കോട്ടും ഷോർട്ട് കോട്ടും ഉണ്ട്. ഒറ്റ ഒന്നുള്ളൂ, ഷോർട്ട് കോട്ട് ഇത് മാത്രമേ ഉള്ളൂ. ഷോർട്ട് കോട്ട് ഒരാളെ ഉള്ളൂ, ഒറ്റ ആളുള്ളൂ. ബാക്കിയെല്ലാം ലോങ് കോട്ട് അല്ലേ? അതെ, ലോങ്. എല്ലാം ഇങ്ങനെ അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ വേറെ എങ്ങനെ പോകത്തില്ല? ഇങ്ങനെ സിറ്റോറും കോമ്പൗണ്ട് ഉണ്ട്, ഫുള്ള് ഫെൻസിങ് ഇട്ടേക്കും അല്ലേ? ഓക്കെ. രാവിലെ വൈകിട്ട് ഫുഡ് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ട് വെളിയിൽ ഇറക്കിയിട്ടല്ലേ? ശരി. ഇവരെ എങ്ങനെയുണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ? എങ്ങനെയുണ്ട്? സിമ്പിൾ അല്ലേ? രാവിലെ 1 മണിക്കൂർ ജോലി ഉണ്ടാവും. അല്ല, പൊതുവെ ആൾക്കാർ പറയാണ്ട് ഇച്ചിരി ഈ ഹെയർ കൂടുതലുള്ളതുകൊണ്ട് ഇച്ചിരി കൂടുതലായിട്ട് അത് ആഴ്ചയിലോ അല്ലെങ്കിൽ ഒരു മാസത്തിലോ ശരിക്ക് ചെയ്ത് കൊടുക്കണം. അത്രേ ഉള്ളൂ. അതേ ഉള്ളൊരു ഇതായിട്ടുള്ളത് അല്ലേ? അത്രേ ഉള്ളൂ. ചേട്ടന് ഇഷ്ടപ്പെട്ട ബ്രീഡ് ലാബാണോ ജർമ്മൻ ഷെപ്പേർഡാണോ? ഏറ്റവും എനിക്ക് ജർമ്മൻ ഷെപ്പേർഡാ. അതാ ഇത്ര എണ്ണത്തിനെ വളർത്തിർത്തിക്കുന്നല്ലേ? ഇവരെ ഇപ്പം എക്സസൈസ് ചെയ്യാനായാലും ഇവിടെ അഴിച്ചു വിടാറ് അങ്ങനെ എന്തെങ്കിലും? അതുണ്ട്, രാവിലെയും വൈകിട്ടും എക്സസൈസ് ചെയ്യാം. ഇങ്ങനെ 1 മണിക്കൂർ ഇങ്ങനെ കിടന്നു ഓടും. ഇതിനകത്ത് തന്നെ കിടന്ന് ഓടിക്കോളൂ. ഓക്കെ. എന്തായാലും ഒരു 10-16 ജർമ്മൻ ഷെപ്പേർഡ് ഒരുമിച്ചിട്ട് വളർത്തുന്നല്ലേ? അതെ. ശശിയുടെ നമ്മുടെ രണ്ടാമത്തെ ഡോഗ് അല്ലേ? അതെ അതെ. ഓക്കെ. നമ്മുടെ ബ്ലാക്ക് ഷെപ്പേർഡ്. നമുക്ക് ഇതിപ്പം പപ്പീസ് ഇപ്പൊ എത്ര ദിവസമായി? ഇത് 28 ദിവസമായി. 28 ദിവസമായി അല്ലേ? നമുക്ക് എത്ര പപ്പീസ് ഉണ്ടായിരുന്നു ഈ ലിറ്ററിനകത്ത്? ഇതിന് ലിറ്റർ ഇറങ്ങി 12 ഉണ്ടായിരുന്നു. അതിൽ 2 കിട്ടിയില്ല. ബാക്കി 10 ഉണ്ടല്ലേ? ഓക്കെ. ഫീമെയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ള ഫീമെയിൽ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് മെയിൽ ഉണ്ടായിരുന്നു ഇവരുടെ? നമ്മുടെ മെയിലിനെ കൊണ്ട് തന്നെയാണ് അല്ലേ? ഓക്കെ. ഇപ്പൊ 28 ദിവസമായ ബ്ലാക്ക് ഷെപ്പേർഡ് ആണ്. കൂട്ടിലിരിക്കുമ്പോ പുലിയാണ്, വെളിയിലിറക്കിയ ആള് നമ്മളെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ചേട്ടാ, നമ്മളെ ലാബിനെ എല്ലാം സെപ്പറേറ്റ് വേറെ സെറ്റ് ചെയ്തേക്കുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ. അത് അങ്ങനെ ചെയ്തേക്കുന്നത്? ഇത് രണ്ടും കൂടി മിസ്സായി കിട്ടാൻ മിസ് കുട്ടികൾ ഇറങ്ങും, അപ്പൊ ബുദ്ധിമുട്ടാവും. അപ്പൊ സെപ്പറേറ്റ് ആക്കി ഇവിടെ ലാബിന് ഒരു സെക്ഷൻ ജർമ്മൻ ഷെപ്പേർഡിന്റെ വീട്ടിൽ തന്നെ. അതെ, വീട്ടിൽ. ഓക്കെ. നമുക്ക് ലാബ് എത്ര ഡോഗ്സ് ഉണ്ട് ചേട്ടാ? ലാബ് ഇവിടെ 8 ഉണ്ട്. 8 ഡോഗ്സ് ഉണ്ട്. മെയിലും ഫീമെയിൽ എത്ര വെച്ചിട്ട്? മെയില് 2. ഓക്കെ. ഫീമെയിൽ ബാക്കി 6 ഫീമെയിലും 2 മെയിലും അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ. നമ്മുടെ ലാബിന് വേണ്ടിയിട്ടുള്ള ഏരിയ ആണ് ഇത് ഫുള്ള്. ഓക്കെ. എല്ലാം ഈ ഒരു വൈറ്റ് കളർ അല്ലെ? ഈ കളർ തന്നെ നമ്മുടെ അത്യാവശ്യം എന്താ സർട്ടിഫൈഡ് ഡോഗ്സ് തന്നെ അല്ലേ? ഇപ്പോൾ ഉള്ള നല്ല ഒരു ലാബിന്റെ പപ്പീസ് കുറച്ചെണ്ണം കൈ പിടിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. പപ്പീസ്